ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മന്തി റൈസാണ്. പക്ഷേ എനിക്ക് മന്തി റൈസ് കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ കപ്സാക്കിയിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പൈസസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് റൈസും കിട്ടും. അപ്പോൾ ഇതിൽ സ്പൈസസിൽ കുറച്ച് മല്ലിയും ഗ്രാമ്പും ഒരു മാഗി ക്യൂബ്, ഒരു ഡ്രൈ ലെമണൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബേ ലീഫും. അപ്പോൾ അത് കൂടാണ്ട് എക്സ്ട്രാ ഞാൻ 3 മാഗി ക്യൂബ് ആഡ് ചെയ്തു. പിന്നെ ഈ പൂ പോലെ ഇരിക്കുന്ന സാധനം എന്താണ്, തക്കോലം, പിന്നെ കുറച്ച് കറുകപ്പട്ട, ജാതിപത്രി, പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഏലക്ക 2 ഞാൻ അത് പൊടിച്ച് ചേർത്തു. പിന്നെ ഗ്രാമ്പു, കുരുമുളക് കുറച്ച് കൂടുതലിട്ടു, കുരുമുളക്, പിന്നെ ഒരു ബേ ലീഫ്. പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള, ഒരു 2 സവാള ഞാൻ ഇട്ടായിരുന്നേ. പിന്നെ ക്യാപ്സിക്കം, അത് ഏത് കളറാണ് കിട്ടുന്നത് അത്. പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് മൊത്തം കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ടേസ്റ്റിന് കുറച്ച് ജീരകപ്പൊടി, അതിൻ്റെ മേലേക്ക് കുറച്ച് കളറിന് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. പിന്നെ ഞാൻ ചിക്കനെ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി നല്ലോണം സെറ്റാക്കി. എന്നിട്ട് അത് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാൻ വേണ്ടി നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 50 മിനിറ്റ്സ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് പുഴുങ്ങിയെടുക്കുകയാണ്. ഇതിൽ നമ്മൾ വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അടച്ചു വെച്ചിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നല്ലോണം സ്റ്റോക്കൊക്കെ ഇറങ്ങി വരും. ആ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിലേക്ക് കുറച്ച് നാരങ്ങ, പിന്നെ 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ കുതിർക്കാൻ വെച്ച അരി, പിന്നെ അരിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം, അരിയുടെ മേലെ നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിക്കാം, പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കനിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് കുറച്ച് ചിക്കൻ മസാല ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം കുഴച്ച് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് വെറുതെ ഒരു പാനിൽ എണ്ണ ഒന്നും വെക്കാതെ നമുക്ക് നല്ലോണം ഗ്രില്ല് ചെയ്ത് മാറ്റി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ദം ചെയ്യാണ് പോകുന്നത്. നമ്മളൊരു വേറൊരു പാത്രത്തിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ റൈസ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കി വെച്ച ചിക്കൻ അത് പിറക്കിയിട്ടു. പിന്നെ അതിനുശേഷം പിന്നെയും കുറച്ച് റൈസ് അതിൻ്റെ മേലേക്ക് ഇട്ട് അതൊന്നും നമ്മൾ കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വിസിലൊന്നും അടുപ്പിക്കുന്ന ദം ചെയ്യുന്നു. പിന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദമ്മ് ഇട്ട നമ്മുടെ മന്തി റൈസ് റെഡി ആയിരിക്കുകയാണ്. അതിന് ഞാൻ കുറച്ച് മയണൈസ് ഉണ്ടാക്കിയായിരുന്നു, മുട്ടയുടെ വെള്ളം വെച്ച് തന്നെ. പിന്നെ ആഗി അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അയ്യോ മന്തി അടിക്കാമല്ലോ, അങ്ങനെ സ്കോട്ട്ലാൻഡ് വന്നിട്ട് മന്തി അടിക്കാൻ വേണ്ടി ആക്രാന്തം മുത്തിരിക്കുന്ന ആഗിക്കും അമ്മൂനും ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ ചോദിച്ചു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തിനെ പോലെ ആയോ എന്ന്. അപ്പോൾ പറഞ്ഞ് അതിലും ടേസ്റ്റ് ആയിട്ടുണ്ട് ചേച്ചി, നന്നായിട്ടുണ്ട്, മയണൈസൊക്കെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അമ്മു ആസ്വദിച്ച് നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മൂന് എന്തൊക്കെ സോസ് ഉണ്ടെങ്കിലും ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ മാത്രമേ അമ്മൂന് സന്തോഷമുള്ളൂ. അങ്ങനെ അമ്മുവും ആഗിയും നല്ലോണം വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ ബൈ.